തമിഴ്നാട്ടിൽ വൻ വിജയം നേടിയ ഒരു സംഗമം അവിടെ മുരുക സംഗമം എന്ന പേരിൽ നടന്നതാണ്. മുരുക ഭക്തിക്ക് തമിഴ്നാട് വളരെ പ്രസിദ്ധമാണ്, നമുക്കറിയാം. കേരളവും ഒട്ടും പുറകിലല്ല. ഇപ്പോൾ ഇതാ തമിഴ്നാട്ടിന് ശേഷം ആദ്യമായിട്ട് കേരളത്തിൽ ഒരു മുരുക സംഗമം നടക്കാൻ പോകുന്നതായിട്ട് അറിയുന്നു. അങ്ങയുടെ നേതൃത്വത്തിലാണ് അതിന് വേണ്ടുന്ന മുന്നൊരുക്കങ്ങൾ നടക്കുന്നത്. എന്താണ് ഇപ്പോൾ ഈ കേരളവും മുരുക ഭക്തിയുടെ പുറകെ അയ്യപ്പ സംഗമം നടത്താൻ സർക്കാർ ഒരുങ്ങിയിരിക്കുകയാണ്. അതിന് ബദലാണോ ഈ മുരുക സംഗമം? എന്താണ് ഈ മുരുക സംഗമത്തിൻ്റെ വിശേഷതകൾ, പ്രത്യേകതകൾ? ആദ്യം തന്നെ രണ്ട് കാര്യം നിഷേധിക്കുകയാണ്. ഒന്ന്, ഞാൻ എൻ്റെ നേതൃത്വത്തിലല്ല, ഒരു ടീം ഓഫ് വർക്കേഴ്സ് അവരാണ് സംഘടിപ്പിക്കുന്നത്. അതിനൊരാൾ വേണ്ടേ എന്നുള്ളത് കൊണ്ട് ഞാൻ നിൽക്കുന്നു, അത്രയേ ഉള്ളൂ. രണ്ടാമത്തത് അയ്യപ്പ സംഗമത്തിന് ബദലല്ല. ആദ്യമേ നമ്മൾ നിശ്ചയിച്ചു, അയ്യപ്പ സംഗമത്തിൻ്റെ മുമ്പ് തന്നെ നിശ്ചയിച്ചതാണ്. അവർ പറയുന്നതിൻ്റെ മുമ്പ് അനൗൺസ് ചെയ്യുകയും ചെയ്തു. നമ്മൾ സ്വാഗത സംഘം എടുത്തു. അതിൻ്റെ അതിന് ശേഷമാണ് സർക്കാർ അയ്യപ്പ സംഗമം വന്നിരിക്കുന്നത്. പിന്നെ എൻ്റെ ഒരു പ്രചോദനം തമിഴ്നാട്ടിൽ നടന്ന പരിപാടി തന്നെയാണ് ആവേശം കിട്ടിയതും എല്ലാം എല്ലാവർക്കും വലിയ വിജയമായിരുന്നു. ലക്ഷങ്ങളല്ല, കോടികൾ മനുഷ്യർ പങ്കെടുത്തു. കിലോമീറ്ററുകളോളം ആൾക്കാർക്ക് ഉള്ളിലേക്ക് കടക്കാൻ പറ്റി. 7 കിലോമീറ്റർ അപ്പുറത്തൊന്നും കടക്കാൻ പറ്റിയില്ല. ആയിരുന്നു. അതിൽ ചില ലീഡേഴ്സിനെ കാണാൻ വന്ന ആൾക്കാരുണ്ട്, അവരുടെ പ്രസംഗം കേൾക്കാനും വന്ന ആൾക്കാരുണ്ട്, ഇതെല്ലാം ഉണ്ട്. പക്ഷെ ഇതിൽ നമുക്കിപ്പോഴത്തെ കേരളത്തിൽ ഇത് നമ്മൾ ആദ്യം കേരളത്തിൽ അത്ര വലിയ ഗുരുഭക്തന്മാരില്ല എന്നൊക്കെ ചിന്തിച്ചു. നമുക്ക് സംശയം ഉണ്ടായിരുന്നു, ചെറിയൊരു പരിപാടി നടത്താം, ഒരു ഹാൾ പ്രോഗ്രാം പോലെ എന്നൊക്കെ വിചാരിച്ച്. അങ്ങനെയല്ല, തെക്കൻ കേരളത്തിൽ മുരുകഭക്തിക്ക് വലിയ സ്വാധീനമുണ്ട്. സ്വാഗത സംഘം എടുത്ത സമയത്ത് ആ സ്വാഗത സംഘത്തിൽ നമ്മൾ പ്രതീക്ഷയിൽ കവിഞ്ഞ ആൾക്കാർ വന്നു. അത് എറണാകുളത്തു നിന്ന് പോലും ആൾക്കാർ വന്നു. എറണാകുളം വന്നു, പത്തനംതിട്ട വന്നു, അങ്ങനത്തെ പല ഭാഗത്തുനിന്നും വന്നു. പല ഭാഗത്തുനിന്നും ആൾക്കാരുടെ അവർ ഫോൺ ചെയ്യുകയും എല്ലാതും ചെയ്തു. ഇതിനേക്കാൾ ഉപരി ഇന്ന് ഈ മുരുകൻ്റെ കാര്യങ്ങൾ മുന്നോട്ട് കൊണ്ടുവരുന്ന ഒരു മഹാനായ വ്യക്തി, ഞാൻ അദ്ദേഹത്തെ മഹാൻ തന്നെ പറയുന്നത്, തൃശ്ശൂർ പേരൂരിൽ ജനിച്ച ഇലക്ട്രിസിറ്റി ബോർഡ് ജോലിയുള്ള രജിത് കുമാർ. അദ്ദേഹത്തിൻ്റെ ഒരു സുന്ദരമായുള്ള ഓർഗനൈസേഷനുണ്ട്. നല്ല മൂവ്മെന്റ് ആണ്. ABC-ൽ പലപ്പോഴും ചർച്ചയ്ക്ക് വരാറുണ്ട്. അപ്പോൾ ആ മൂവ്മെന്റ് മുന്നോട്ട് കൊണ്ടുവന്ന ഞാൻ അദ്ദേഹമായിട്ട് സംസാരിച്ചു. അദ്ദേഹം ആ സമയത്ത് വളരെയധികം ഒരു ധ്യാന നിമഗ്നനായിട്ട് നിന്നുകൊണ്ട് മുമ്പോട്ട് പോകും, വിജയിക്കും എന്ന് അദ്ദേഹത്തിൻ്റെ ഒരു ശരിക്കും പറഞ്ഞാൽ ആജ്ഞയായിരുന്നു. അതും കിട്ടി. വളരെ പ്രായം കുറഞ്ഞ മനുഷ്യനാണ്, നമ്മളെക്കാളൊക്കെ വളരെ പ്രായം കുറഞ്ഞു. അത് വലിയൊരു പ്രചോദനമായി. അത് ഇപ്പോഴും നമ്മൾ നിരന്തരമായിട്ട് അദ്ദേഹവുമായി ബന്ധപ്പെടുന്നുണ്ട്, കാര്യങ്ങൾ ചെയ്യുന്നുണ്ട്. അപ്പം അദ്ദേഹം ഇതിൻ്റെ മഹത്വം എന്താണെന്നുള്ളത് കൂടിയിട്ട് നേരത്തെ ABC-യിലാണ് ഞാനത് കാണുന്നതും വളരെ നന്നായിട്ട് അദ്ദേഹം പ്രസൻറ്റ് ചെയ്തതും ഈ കാര്യങ്ങളെല്ലാം. ആ പ്രസൻറ്റ് ചെയ്തതും ഇന്നത്തെ ഭാരതത്തിൻ്റെ പോക്കും പരസ്പരം ബന്ധപ്പെട്ട് കിടക്കുന്നു. അദ്ദേഹം പറഞ്ഞത് 2013 മുതൽ ഞാൻ പറഞ്ഞ കാര്യം നടക്കുന്നു. ഇത് മുരുകയുഗമാണ്, അത് ജ്ഞാനത്തിൻ്റെ യുഗമാണ്, അറിവിൻ്റെ യുഗമാണ്. അത് ലോക ഗുരുസ്ഥാനത്തേക്ക് ഭാരതത്തിൽ എത്തിപ്പെടാനുള്ളൊരു വലിയ ശക്തിയായി ഭാരതം വളരാൻ പോകുന്നു എന്നുള്ളത് നമ്മളെപ്പോലത്തെ വിശ്വഗുരുവാകും. വിവേകാനന്ദ സ്വാമി കണ്ട സ്വപ്നം. അതിൽ അദ്ദേഹം അരവിന്ദന്റെ കൂടി കൊണ്ടാണ് അരവിന്ദന്റെ. അപ്പൊ ആ നിലയിൽ അദ്ദേഹത്തിന്റെ ആ ചാനലിൽ പങ്കെടുത്തുകൊണ്ടുള്ള അത് വലിയൊരു പ്രചോദനമായിരുന്നു. രാഷ്ട്രസ്നേഹി എന്നുള്ള നിലയ്ക്ക് എനിക്കും അതേപോലെ നമ്മൾ വിളിച്ചു വരുത്തിയ രാഷ്ട്രസ്നേഹികൾക്കുണ്ടായിട്ടുള്ള ഒരു പ്രചോദനം അത് തന്നെയായിരുന്നു. അതിന് തൊട്ട് മുമ്പാണ് ഈ പരിപാടി നടന്നതും കാര്യങ്ങളെല്ലാം. ഇങ്ങനത്തെ ഒരു പരിപാടി നമ്മൾ രാഷ്ട്രത്തിൻ്റെ കാര്യം ചെയ്യുന്ന സമയത്ത് രാഷ്ട്രഭക്തന്മാർക്ക് മുമ്പോട്ട് കൊണ്ടുവരാൻ പറ്റിയ ഏറ്റവും വലിയ ചാൻസ് ഈ മുരുക യുഗം എന്നുള്ള പേരും കൂടി ഉള്ളതുകൊണ്ട് നമ്മളൊരു മുരുക ഭക്ത സംഗമം നടത്താൻ വേണ്ടി നിശ്ചയിച്ചു. മുരുക ഭക്ത സംഘമാണ് അങ്ങനത്തെ ഒരു പരിപാടി നടത്താൻ കാരണം. ഈ 1875 സ്വാമി വിവേകാനന്ദൻ ചിക്കാഗോയിലൊക്കെ പോയി പ്രസംഗിക്കുന്നതിന് മുമ്പ് 1875 ഭാരതം വീണ്ടും വിശ്വഗുരു ആകും എന്ന് പറഞ്ഞത് മഹർഷി ദയാനന്ദ സരസ്വതിയാണ്. അദ്ദേഹത്തിനെ പിന്തുടർന്ന് പിന്നെ നിരവധി പേർ, ഇവരെല്ലാം പരസ്പരം ബന്ധപ്പെട്ടോ പരസ്പരം കമ്മ്യൂണിക്കേറ്റ് ചെയ്തിട്ടൊന്നുമല്ല. പക്ഷെ പിന്നീട് ശ്രീനാരായണ ഗുരുദേവനും ചട്ടമ്പി സ്വാമിയും
മഹാത്മാ അയ്യങ്കാളി, അങ്ങനെ ഒരുപാട് നമ്മൾ ഈ വെറും നവോത്ഥാന നായകരായിട്ട് മുദ്ര അടിച്ച് ഒതുക്കപ്പെട്ട ആ മഹാപുരുഷന്മാർ ഈ കാര്യം പറഞ്ഞതാണ്. അതിൻ്റെ ഒരു തുടർച്ചയാണ് മുരുക സംഗമം. ശരിയാണ്. അതുമാത്രമല്ല, ഭാരതത്തിലെ സാമൂഹ്യ പരിവർത്തന രംഗത്ത് ആദ്യമേ തന്നെ കാലെടുത്ത് വെച്ചതും അതിന് പ്രചോദനം കൊടുത്തതും മഹർഷി ദയാനന്ദ സരസ്വതിയാണ്. അതാർക്കും നിഷേധിക്കാൻ പറ്റില്ല. അതുമാത്രമല്ല, കേരളം ഇന്ന് ഇതേപോലെ നിൽക്കുന്നുണ്ടെങ്കിൽ കുറച്ചെങ്കിലും അതിൽ അദ്ദേഹത്തിന്റെ പ്രസ്ഥാനത്തിന്റെ പങ്ക് വലുതാണല്ലോ. പരമ്പൂജനീയ ഗുരുജിയാണെങ്കിലും കേരളത്തിലെ നേതൃത്വമാണെങ്കിലും ഇവരെല്ലാം ഇത് വ്യക്തമായിട്ട് പറഞ്ഞിട്ടുണ്ട് അന്ന് ആര്യ സമാജത്തിന്റെ പ്രവർത്തനത്തിനെ സംബന്ധിച്ച്. മലബാർ കലാപത്തിന് ശേഷം, അതേപോലെ തന്നെ രാമസിംഹന്റെ കൊലപാതക സമയത്ത്, ഈ സമയത്ത് മുഴുവൻ ആര്യ സമാജത്തിന്റെ പങ്ക് ഒരു വലിയ അളവ് വളരെ പ്രധാനപ്പെട്ടതായിരുന്നു. അതിനുശേഷമുള്ള സാമൂഹ്യ പരിഷ്കർത്താക്കളുടെ പ്രവർത്തനം വളരെ വലുതാണ്. എനിക്ക് തോന്നുന്നു ആ സാമൂഹ്യ പരിഷ്കർത്താക്കൾ അന്ന് നടത്തിയുള്ള പ്രവർത്തനത്തിന്റെ വലിയൊരു ഭാഗം കേരളത്തിൽ മാത്രമല്ല മുഴുവൻ ഭാരതത്തിൽ, ആര്യ സമാജം പോലുള്ള പ്രവർത്തനം ഭാരതത്തിലാണല്ലോ. രാമകൃഷ്ണ മിഷനാണെങ്കിലും ഇതേപോലത്തെ മിഷൻ പ്രവർത്തനങ്ങൾ മുഴുവൻ അതിൻ്റെ ഒരു ഞാൻ തുടർച്ച എന്ന് പറയുന്നേക്കാൾക്ക് അവസാനത്തെ ഭാഗമായിട്ടാണ് ഞാൻ ഇതിനെ കാണുന്നത്. അല്ല, ഇത് അവസാനിക്കുമോ? അങ്ങനെ അവസാനിക്കില്ലല്ലോ. അത് ഭാരതത്തിന്റെ പ്രത്യേകത. എനിക്ക് അവിടെ ഒരു ചോദ്യമുണ്ട്. അങ്ങ് പറഞ്ഞു ഇത് ഭാരതത്തിന്റെ മുഴുവൻ ഒരു സമഗ്രമായ ഒരു കാഴ്ചയെക്കുറിച്ചൊക്കെ പറഞ്ഞു. പക്ഷേ ഈ അടുത്ത കാലത്തായിട്ട് നമ്മൾ കേൾക്കുന്നത് ഈ തെക്കേ ഇന്ത്യയെ ഈ ഭാരതത്തിൻ്റെ പൊതു സ്വത്വത്തിൽ നിന്നും മാറ്റി നിർത്താൻ, അടർത്തി മാറ്റാൻ ഒരു ശ്രമം നടക്കുന്നു എന്ന് പരക്കെ ചർച്ച ചെയ്യപ്പെട്ടതാണ്. കട്ടിംഗ് സൗത്ത് പോലെയുള്ള ചില പരിപാടികൾ. അതിനൊരു ബദലും കൂടിയാണോ ഇത്? ഒരു ഭക്തസംഗമമാണ് എങ്കിലും പണ്ട് നമുക്കറിയാം സ്വാതന്ത്ര്യ സമര കാലത്ത് ലോകമാന്യ തിലകനെ പോലെയുള്ള മഹാന്മാർ ഗണേശോത്സവം പോലെയുള്ള ഹൈന്ദവ ആചാര അനുഷ്ഠാനങ്ങളെ, ഉത്സവങ്ങളെ എങ്ങനെയാണ് സ്വാതന്ത്ര്യ സമരത്തിന്റെ ഭാഗമാക്കി മാറ്റിയതെന്ന്, അല്ലെങ്കിൽ സ്വാതന്ത്ര്യ സമരത്തെ എങ്ങനെ അതിൻ്റെ ഭാഗമാക്കി മാറ്റിയെന്ന് നമുക്കറിയാം. അതുപോലെ ഒരു ഭാരതത്തിൻ്റെ ഐക്യം, ആ വിശ്വഗുരുവായി മാറാനുള്ള ആ അഭിവാഞ്ച, ആ ത്വര, അതിനും കൂടി സഹായകരമാകുന്ന വിധത്തിലാണോ ഈ മുരുക സംഗമം, ഭക്തസംഗമം? ബദലല്ലെങ്കിലും നമ്മൾ മുമ്പോട്ട് വയ്ക്കുന്നത് നേഷൻ ബ്രിഡ്ജാണ്, കട്ടിംഗ് സൗത്ത് അല്ല. നേഷന്റെ പാലം, രാജ്യത്തെ ഒരുമിപ്പിക്കുന്ന പാലമായിട്ട് ഇതിനെ മാറ്റാൻ, ഐക്യപ്പെടുത്തുന്ന ഒരു ഭാഗമാക്കി മാറ്റാം. നമ്മൾ പറയാറുള്ള യൂണിറ്റി ഇൻ ഡൈവേഴ്സിറ്റി, നാനാത്വത്തിൽ ഏകത്വം, അതാണ് നമ്മുടെ ഒരു മുമ്പ്. ഇത് മാത്രമല്ല, നമ്മൾ മുമ്പോട്ട് വെക്കുന്ന ഒരു വലിയ കാഴ്ചപ്പാടുണ്ട്. വിശ്വമാനവതയ്ക്കായി മുരുക സംഗമം, ഇതാണ്. അതിന് മുമ്പ് നമ്മൾ മുമ്പോട്ട് വെച്ചൊരു ഇതുണ്ട്. പ്രത്യേകിച്ച് ഹിന്ദുധർമ്മ പരിഷത്ത് മുമ്പോട്ട് വെച്ചിരുന്നത് വിശ്വമാനവികതയ്ക്കായി വിരാട ഹിന്ദുത്വം എന്നുള്ളതായിരുന്നു. ആ വിരാട ഹിന്ദുത്വത്തിന്റെ ഭാഗമാക്കാം ഈ മുരുക സംഗമം. അതുകൊണ്ട് നമ്മൾ മുമ്പോട്ട് വെച്ചു വിശ്വമാനവികതയ്ക്കായി. ഇന്നത്തെ പോക്ക് ഭാരതത്തിൻ്റെതാണല്ലോ. വിശ്വമാനവികതയ്ക്കായി മുരുക സംഗമം, ഇതാണ് നമ്മൾ വെച്ചിരിക്കുന്ന, മുന്നോട്ട് വെച്ചിരിക്കുന്ന ശ്ലോകം. എന്തായാലും ഈ ഒരുപാട് ഛിദ്രശക്തികൾ ഭാരതത്തെ അസ്ഥിരപ്പെടുത്താൻ ശ്രമിക്കുന്നുണ്ട്. അവിടെ ഈ എന്താ പറയുക, ദൈവികമായ ഒരു കവചം, നമ്മൾ അങ്ങനെ തന്നെ പറയണം. ഇപ്പം മുരുകനുമായി ബന്ധപ്പെട്ടാണെങ്കിൽ സ്കന്ദ കവചമൊക്കെ നമ്മൾ കേട്ടിട്ടുണ്ട്, വളരെ പ്രസിദ്ധമാണ്. അത് ഈ പ്രത്യേകിച്ചും ഈ ഭക്തർ നിരന്തരം അത് ആലപിക്കുകയും, അത് തമിഴ്നാട്ടിലും കേരളത്തിലും വലിയ രീതിയിൽ അതിന് പ്രചാരം കിട്ടുകയും ചെയ്ത ഒരു സാഹിത്യ കൃതിയാണ്, ഒരു ഭക്ത സാഹിത്യ അല്ലെങ്കിൽ ഭക്തി പ്രസ്ഥാനത്തിൻ്റെ ഭാഗമായിട്ടുണ്ടായി വന്ന ഒരു സാഹിത്യകൃതി കൂടിയാണ്. അപ്പോൾ ഇവിടെ സത്യത്തിൽ ഇതൊരു ഭാരതത്തെ ഐക്യപ്പെടുത്തുന്ന, ഭാരതത്തിൻ്റെ ആ വിശ്വോത്തരമായ സംസ്കാരം, ആ ധാർമ്മിക നിലപാട്, അങ്ങ് പറഞ്ഞ തുടക്കത്തിൽ പറഞ്ഞ അറിവ്, അതിനെ പോഷിപ്പിക്കുന്ന ഒരു കവചമാണ്, അതിനെ സംരക്ഷിക്കുന്ന ഒരു കവചമായി തീരുകയാണോ? ഉറപ്പായിട്ടും. കാരണം നമ്മൾ ഇതിൻ്റെ മുഴുവൻ കേന്ദ്രമാക്കി വെച്ചിരിക്കുന്നത്, ഇവിടെ മുഴുവൻ ഏറ്റവും വലിയ കൈലാസനാഥനെയാണ് നമ്മൾ കേന്ദ്രമാക്കി വെച്ചിരിക്കുന്നത്. അതെ, ശിവപുത്രനാണല്ലോ. അതെ, അതുകൊണ്ട് തന്നെ കൈലാസനാഥനായിരിക്കുന്ന ഒരു ശിവലിംഗം അതിൻ്റെതായിട്ടുള്ളത് ഇതിൻ്റെ ഭാഗമായിട്ട് അതിൻ്റെ മുമ്പിലാണ് നമ്മൾ ഇത് മുഴുവൻ കേന്ദ്രീകരിച്ചിരിക്കുന്നത്. അവിടെയാണ് നമ്മുടെ പ്രവർത്തന കേന്ദ്രമാക്കിയിരിക്കുന്നത്. അത് പാപ്പനംകോട് സ്ഥിതി ചെയ്യുന്ന ഒരു ശിവലിംഗ മഹാഘോഷയാത്ര എന്നാണ് അതിന് കൊടുത്തിരിക്കുന്ന ഒരു പേര്. അത് സഞ്ചരിക്കുന്ന ശിവലിംഗമാണ്. ആ സ്ഥലത്ത്, അതേ സ്ഥലത്താണ് നമ്മൾ
മുരുക സമ്മേളനത്തിന്റെ കേന്ദ്രമാക്കി വെച്ചിരിക്കുന്നത്. മുരുക ഒരു കേന്ദ്ര കാര്യാലയം പോലെ. കേന്ദ്ര കാര്യാലയം പോലെ അത് ആയി കഴിഞ്ഞു. അവിടെ നിന്നാണ് നമ്മൾ എല്ലാറ്റിനും തുടക്കമിടുന്നത്. ഇനി മറ്റു കാര്യങ്ങളുമായിട്ട് കൂടുതൽ അതെ മുന്നോട്ട് പോകേണ്ടിയിരിക്കുന്നു. എന്തായാലും ഈ ശിവപുത്രന്റെ ഭക്തരുടെ സംഗമം ഈ പറഞ്ഞ പോലെ ഈ ഖണ്ഡനമല്ല, മുറിക്കലല്ല, മറിച്ച് ഒരുമിച്ച് ചേർക്കലാണ്, ഐക്യപ്പെടുത്തലാണ്. അത് നാനാജാതി മതസ്ഥരെ അറിവിൻ്റെ തലത്തിൽ, ആചാരാനുഷ്ഠാനങ്ങളുടെ തലത്തിൽ, അച്ചടക്കത്തിൻ്റെ തലത്തിൽ, സദാചാരത്തിൻ്റെ തലത്തിൽ, സർവോപരി ധർമ്മത്തിൻ്റെ മാർഗത്തിൽ ഐക്യപ്പെടുത്തലാണ് മുരുക ഭക്ത സംഗമം നൽകുന്ന സന്ദേശം. നമുക്കത് അങ്ങനെ കൺക്ലൂഡ് ചെയ്യാം. മുരുക ഭക്ത സംഗമത്തിൻ്റെ കൂടുതൽ വിവരങ്ങളുമായിട്ട് വീണ്ടും നമുക്ക് ഇരിക്കാം. അന്ന് ഇതിൻ്റെ മുന്നൊരുക്കങ്ങൾ ആരംഭിച്ചു. ഇനി ആരൊക്കെ പങ്കെടുക്കും, ഏതൊക്കെ ദേശങ്ങളിൽ നിന്ന് ആരൊക്കെ വരും, എന്തൊക്കെയാണ് ഇതിൻ്റെ മറ്റ് തലങ്ങളിലെ പ്രവർത്തനങ്ങൾ, ഇതിൻ്റെ ഭാവി എങ്ങനെയാണ്, തുടങ്ങിയ കാര്യങ്ങൾ നമുക്ക് വരും ദിവസങ്ങളിൽ കൂടുതലായിട്ട് ചർച്ച ചെയ്യാം. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.